ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ലോങ് ബോൾ കൗണ്ടർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയൊരു ടോപ്പ് 3 ഫോർമേഷൻസ് ആണ്. ഓക്കെ, സോ കറൻ്റ്ലി നമ്മളിപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക്സ് ആണ് ഈ ഒരു ലോങ് ബോൾ കൗണ്ടർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു കിടിലിൽ 3 ഫോർമേഷൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഈ ഒരു കാണുന്നതാണ് നമ്മൾ ഇന്നത്തെ ലിസ്റ്റിലെ മൂന്നാമത്തെ ടോപ്പ് 3 ഫോർമേഷൻ. ഓക്കെ, സോ ഈ ഒരു ഫോർമേഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 CF, പിന്നെ ഒരു AMF, പിന്നെ 2 സെൻട്രൽ മിഡ്ഫീൽഡർ, പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, പിന്നെ 2 CB, ഒരു ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, ഒരു ഗോൾ. ഇങ്ങനെയാണ് വരുന്നത്. 4-3-1-2 ആണ് ഈ ഒരു ഫോർമേഷൻ. സോ ഈ ഒരു ഫോർമേഷൻ അത്യാവശ്യം നൈസ് ഒരു ഫോർമേഷനാണ്. ലോങ് ബോൾ കൗണ്ടർ കളിക്കാൻ യൂസ് ചെയ്യുന്നത് നല്ല രീതിക്ക് ഡിഫൻസും അതുപോലെ തന്നെ അറ്റാക്കിങ്ങും പിന്നെ അത്യാവശ്യം പാസിങ് അതിലൊക്കെ കിട്ടുന്നൊരു അടിപൊളി ഫോർമേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ സ്ട്രൈക്കറായിട്ട് റുമ്മിയാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ഹോൾ പ്ലെയർ ഗുല്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെയും റെക്കമെൻഡേഷനാണ് നിങ്ങൾ 2 ഗോൾ പോച്ചറെ കളിപ്പിക്കാതെ ഒരു ഗോൾ പോച്ചർ പ്ലസ് ഒരു ഡീപ് ലൈൻ ഫോർവേഡ് അല്ലെങ്കിൽ ഒരു ഹോൾ പ്ലെയർ ആണ് ഏറ്റവും നൈസ് കേട്ടോ. സോ നമ്മുടെ ഈ ഗുള്ളിറ്റൊക്കെ നൈസ് സാധനമാണ്. ഒരുപാട് നമ്മുടെ ടോപ്പ് പ്ലേയേഴ്സൊക്കെ ഗുള്ളിയുടെ തന്നെയാണ് CF ആയിട്ട് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ പിന്നെ അതുപോലെ നമ്മുടെ ഫ്രാൻസ് പറയുന്ന ഗ്രീസ്മാൻ പുള്ളി നൈസായിട്ട് CFൽ കളിക്കും. സോ നിങ്ങളങ്ങനെ 2 ഗോൾ പോസ്റ്റ് ട്രൈ ചെയ്യാതെ ഒരു ഗോൾ പോസ്റ്റ് പ്ലസ് ഒരു ഹോൾ പ്ലെയർ അല്ലെങ്കിൽ ഡീപ് ലൈൻ ഫോർവേഡ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എയിമിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ ഒരു ഹോൾ പ്ലെയറിനെ തന്നെ കളിപ്പിക്കാൻ നോക്കാം കേട്ടോ. സോ നല്ല രീതിക്ക് അറ്റാക്കിങ്ങും ഷോട്ടുകളൊക്കെ എടുക്കുന്ന ഒരു ഹോൾ പ്ലെയറിനെ കളിപ്പിക്കാൻ നോക്കാം. ലൈക്ക് ക്രൈഫ് ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ സ്നൈഡർ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. സോ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ ജസ്റ്റ് കൗണ്ടർ ഒഫൻസീവ് കൊടുത്താൽ മതി, അപ്പോൾ നല്ല നൈസായിട്ട് കളിച്ചോളൂ അവർ. ഓക്കെ, പിന്നെ 2 സെൻട്രൽ CMലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സും അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറും കൊടുക്കാം. ഓക്കെ, സോ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മസ്റ്റായിട്ടൊരു ആങ്കർമാനെ തന്നെ പ്ലേസ് ചെയ്യാം കേട്ടോ അവിടെ. കാരണം ഇതിനകത്ത് നമ്മുടെ വിയറാണ് കൊടുത്തിരിക്കുന്നത്. സോ വിയർ അത്യാവശ്യം നൈസ് ഒരു ആങ്കർമാനാണ്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് ആട്രിബ്യൂട്ട് പോകുന്ന ആങ്കർമാനാണ് ഈ ഒരു വിയറാന്ന് പറയുന്നത്. സോ ഇത്രയും കാർഡ് ഈ കാർഡ് നിങ്ങളുടെ ചിലപ്പോൾ ഉണ്ടാവത്തില്ല. സോ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഉള്ളൊരു ആങ്കർമാനെ ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ അവിടെ വാൻഡീക്കും പിന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ബിൽഡപ്പ് പിന്നെ തന്നെ എന്തായാലും മസ്റ്ററി കളിപ്പിക്കുക. അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസ്ട്രോയിനെ കളിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബിൽഡപ്പും കളിപ്പിക്കുക കേട്ടോ. സോ ഞാൻ പേഴ്സണലി കളിപ്പിക്കുന്നത് 2 ബിൽഡപ്പിനെയാണ്. കാരണം എനിക്ക് ഡിഫൻസ് നല്ല രീതിക്ക് പൊട്ടും. ബിൽഡപ്പും ഒരു ഡിസ്ട്രോയിനെ ഡിഫൻസ് നല്ല രീതിക്ക് എനിക്ക് പൊട്ടും, അതുകൊണ്ടാണ്. സോ ഞാൻ 2 ബിൽഡപ്പിനെയാണ് കളിക്കുന്നത്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ലെഫ്റ്റ് ബാക്ക് ആൻഡ് റൈറ്റ് ബാക്ക് ഓഫ് കോഴ്സ് നമ്മുടെ കൊസ്റ്റഗർട്ടി പിന്നെ നമ്മുടെ തുറാവുമാണ് ഇവിടെ അത് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഡിഫൻസീവ് ഇവിടെ ആണെങ്കിൽ കുറച്ചുകൊണ്ട് ഡിഫൻസ് കിട്ടും. ഇനി അറ്റാക്കിംഗ് ആണ് വേണ്ടെങ്കിൽ 2 അറ്റാക്കിംഗ് ഇടുക. ഓക്കെ, സോ അതിനേക്കാൾ നല്ലത് ഒരെണ്ണം ഡിഫൻസീവ് ബാക്ക് ഇടുന്നു, ഒരെണ്ണം അറ്റാക്കിംഗ് ഇതിടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് അറ്റാക്ക് കിട്ടും, പിന്നെ ആ ഒരു ഡിഫൻസും കിട്ടും, രണ്ടും ബാലൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ഗോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒലിവർ കാൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫൻസീവ് ഗോൾ കീപ്പറിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒഫൻസീവ് ഗോൾ കീപ്പറിനെ യൂസ് ചെയ്യാം. ഇത് പലർക്കും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ചിലവർക്ക് ഡിഫൻസീവ് ഇട്ടാൽ ഓക്കെ ആവും, ചിലവർക്ക് ഒഫൻസീവ് ഇട്ടാലേ ഓക്കെ ആവത്തുള്ളൂ. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് 3 ഒരു ഫോർമേഷൻ റിവ്യൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫോർമേഷനാണ് ഇത്. ഓക്കെ, സോ 4-2-2 ആണ് നമ്മളെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോർമേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ അത്യാവശ്യം കസ്റ്റം ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ സ്ക്വാഡ് അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗോൾ പോസ്റ്റിലായിട്ട് എംബാപ്പേനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സേഫായിട്ട് നമ്മുടെ ഗുള്ളിറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഗുള്ളിറ്റ് അത്യാവശ്യം നൈസ് ഒരു കാർഡാണ് ഇത്. പക്ഷേ ഇത് എല്ലാവരുടെയും ഉണ്ടാവുന്നില്ല. ടോപ്പ് പ്ലേയേഴ്സിൻ്റെ കയ്യിലുണ്ട് ഈ കാർഡ്. ഒരു ഹോൾ പ്ലെയർ പ്ലസ് ഒരു ഗോൾ പോച്ചർ കോമ്പിനേഷനാണ് ഇവിടെയും ഈ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓക്കെ, സോ ഇനി ഈ AMFലേക്ക് വരുമ്പോൾ അവിടെ ഒരു നമ്മുടെ ലിയണൽ മെസ്സി, നമ്മൾ 2022 വേൾഡ് കപ്പ് അടിച്ച മെസ്സിയുടെ ഒരു ബിഗ് ടൈം കാർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നൈസ് ഒരു മെസ്സിയാണ് കേട്ടോ ഇത്. നല്ല രീതിക്ക് ഫിസിക്കൽ കോൺടാക്റ്റൊക്കെ പോകുന്നൊരു മെസ്സിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നൈസ് മെസ്സിയാണ്. ഓക്കെ, സോ പിന്നെ അവിടേക്ക് വരുമ്പോൾ നമ്മുടെ റൊണാൾഡീനിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ റൊണാൾഡീനിയുടെ കാർഡൊക്കെ വളരെ റെയർ ആയിട്ടുണ്ട് ഉള്ളൂ കേട്ടോ. ഞാൻ തന്നെ വളരെ റെയറായിട്ട് ഓപ്പോണൻറ്റ് സ്ക്വാഡിൽ റൊണാൾഡീനോ കണ്ടിട്ടേ ഉള്ളൂ. അത്യാവശ്യം റെയർ ഒരു കാർഡാണ് ഈ റൊണാൾഡീനോ ഒക്കെ. ഓക്കെ, സോ അതൊരു ഹോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ മെസ്സി ഡീപ് ലൈൻ ഫോർവേഡ് ആണ്. AMFലിട്ട് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ CMLF വരുമ്പോൾ നമ്മുടെ സെഡോർഫാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നൈസൊരു കാർഡാണ്, ബോക്സ് ടു ബോക്സ് കാർഡാണ്, അത്യാവശ്യം നൈസാണ്. പിന്നെ നമ്മുടെ DMLF വരുമ്പോൾ അവിടെ നമ്മുടെ ആങ്കർമാനായി വിയറിനാണ് പ്ലേസ് ചെയ്യിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ആങ്കർമാൻ ഇൻ ഈ ഫുട്ബോൾ 2025 ആണ് ഈ ഒരു വിയറാന്ന് പറഞ്ഞത്. അത്യാവശ്യം നൈസൊരു കാർഡാണ്. കിട്ടിയവർക്കൊക്കെ നല്ല ലക്കാണ് കേട്ടോ. ഓക്കെ,
സി ബിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വാൻഡേക്ക്, നമ്മുടെ ഏരിയൽ ഫോർട്ട് വാൻഡേക്ക്. സോ ഇത് എനിക്ക് ഇത്തവണ മിസ്സായപ്പോൾ ഒരു പാക്കാണ്, എനിക്ക് ഇറക്കാൻ പറ്റിയില്ല. നൈസൊരു പാക്കായിരുന്നു. സോ കിട്ടിയിറക്കാൻ എന്തായാലും ലക്കാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ബിൽഡപ്പ് പ്ലസ് ഒരു ഡിസ്ട്രോയർ ആണെന്ന് തോന്നുന്നു ഈ ഒരു കാർഡ്, മറ്റേ അപ്പുറത്തെ സി ബി. ഓക്കെ. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്കിൽ നമ്മുടെ കോസ്റ്റ കോർട്ട, പിന്നെ റൈറ്റ് ബാക്ക് നമ്മുടെ ലിബിയൻ തുറമാണ് വന്നിരിക്കുന്നത്. പിന്നെ ജി കെ നമ്മുടെ ബഫോണും. ഓക്കെ, അത്യാവശ്യം നൈസ് ഒരു ഫോർമേഷനാണ് ഇത്. അത്യാവശ്യം നല്ല അറ്റാക്കിങ് കിട്ടും, പിന്നെ നല്ലൊരു ഡിഫൻസും കിട്ടുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല റണ്ണും കാലിലേക്ക് എടുക്കും. ഓക്കെ, സോ അത്യാവശ്യം നൈസ് ഒരു ഫോർമേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ അത്യാവശ്യം ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോത്തെ ടോപ്പ് 1 ഫോർമേഷനാണ് ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 4-2-2. ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ ടോപ്പ് ഫോർമേഷൻ. ലോങ് ബോൾ കൗണ്ടർ കളിക്കാൻ ഏറ്റവും നൈസ് ഒരു ഫോർമേഷനാണിത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഒരുപാട് എന്താണ് നല്ല കൂടിയ പ്ലേയേഴ്സൊക്കെ ഈ ഒരു ഫോർമേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 2 CF, 2 AMF, പിന്നെ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർ, പിന്നെ CB, അങ്ങനെ. ഓക്കെ, അത്യാവശ്യം നൈസ് ഒരു ഫോർമേഷനാണ് കേട്ടോ ഇത്. ഓക്കെ, സോ ഇതിൽ 2 ഗോൾ പോച്ചർ എംബാപ്പെ പ്ലസ് നമ്മുടെ റുമ്മിയാണ് വന്നിരിക്കുന്നത്. നൈസ് ഒരു കാർഡാണ് ഈ റുമ്മിയുടെ. ഓക്കെ, അത്യാവശ്യം നൈസ് കാർഡാണ്. പിന്നെ നമ്മുടെ റൊണാൾഡോ, റൂയിറ്റ് ഗുള്ളിറ്റ് എല്ലാ സ്ക്വാഡിലും ഉണ്ടാവും. ടോപ്പ് പ്ലേയേഴ്സിന് എല്ലാ സ്ക്വാഡിലും ഉണ്ടാകുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ റൂയിറ്റ് ഗുള്ളിറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും CF-ലും കളിപ്പിക്കും, AMF-ലും കളിപ്പിക്കും, CMF-ലും കളിപ്പിക്കും. എല്ലാ ഒരു പൊസിഷനിലും നൈസായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് ഈ ഒരു ഗുള്ളിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അപ്പുറം നമ്മുടെ പുതിയ ബാക്കിൽ നമ്മുടെ പ്ലാറ്റിനിയാണ് വരുന്നത്. അതൊരു ഹോൾ പ്ലെയർ ആണ്. അപ്പോൾ 2 ഗോൾ പോച്ചർ പ്ലസ് 2 ഹോൾ പ്ലെയർ ഒരു ഫോർമേഷനാണ് ഇത് കേട്ടോ. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സാബി, അതൊരു ബോക്സ് ടു ബോക്സ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു കാർഡിങ് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ DMF-ലേക്ക് വരുമ്പോൾ നമ്മുടെ വിയേറ, നമ്മുടെ ആങ്കർമാൻ വിയേറ. ഗെയിമിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ആങ്കർമാൻ കാർഡാണ് ഈ വിയേറയുടെ എന്ന് പറയുന്നത്. പിന്നെ CB-ലേക്ക് വരുമ്പോൾ നമ്മുടെ ഏരിയൽ ഫോർട്ട് വാൻഡേക്കാണ്. അത്യാവശ്യം നൈസ് ഒരു ബിൽഡപ്പ് കാർഡാണ് വാൻഡേക്ക്. നല്ല രീതിക്ക് ഹെഡും കാര്യങ്ങളൊക്കെ തരും. അത്യാവശ്യം നമ്മുടെ ബുള്ളറ്റ് ഹെഡറിനെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒരു ബൂസ്റ്ററാണ് ഈ ഒരു ഏരിയൽ ഫോർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാക്ക് എടുത്തവർക്കും കിട്ടിയവർക്കൊക്കെ നല്ലൊരു വർത്താണ് ഒരു പാക്കായിട്ടാണ് കിട്ടിയത്. ഓക്കെ, നേരത്തെ തന്നെ റൂബൻ ഡിയാസും നൈസാണ്, വാൻഡേക്ക് നൈസാണ്, മറ്റേ പ്ലെയറും നൈസായിരുന്നു. ഓക്കെ, സോ പിന്നെ നമ്മുടെ CB-ലേക്ക് അത് വരുമ്പോൾ നമ്മുടെ ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ബിൽഡപ്പ് പ്ലസ് ഒരു ഡിസ്ട്രോയർ ആണ് തോന്നുന്നു ഈ ഒരു കാർഡ്. ഓക്കെ, പിന്നെ നമ്മുടെ റൈറ്റ് ബാക്ക് നമ്മുടെ ഇതൊക്കെ തുറന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വന്നപ്പോൾ ആരും അധികം ഇത് ചെയ്തില്ലെങ്കിലും യൂസ് ചെയ്തോടൊപ്പം നൈസ് ഒരു കാർഡായിട്ട് അത്യാവശ്യം ട്രെൻഡിൽ നിന്നൊരു കാർഡാണ് ഈ ഒരു ലിബിയൻ തുറം എന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ കാർഡാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ GK നമ്മുടെ കോർട്ടോയ്സ് പുതിയ പാക്കിൽ വന്നത്. ഈ ഒരു കോർട്ടോയ്സ് അത്യാവശ്യം നൈസ് കോർട്ടോയ്സ് ആണ് കേട്ടോ. അത്യാവശ്യം ഒരുപാട് മെയിൻ സ്ക്വാഡിലൊക്കെ ഞാൻ കണ്ട്, നല്ല ടോപ്പ് പ്ലേസിംഗ് സ്ക്വാഡിലൊക്കെ കണ്ട ഒരു ബൂസ്റ്റർ ഒരു കോർട്ടോയ്സ് ആണ് ഇത്. അത്യാവശ്യം നൈസാണ്, കിട്ടിയവർക്കൊക്കെ എന്തായാലും ലക്കാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ ടോപ്പ് 1 ഫോർമേഷൻ. അത്യാവശ്യം നൈസ് ഒരു ഫോർമേഷനാണിത്. ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷനും കൂടിയാണ് ഈ ഒരു 4-2-2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് ഈ ഒരു ഫോർമേഷൻ ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് അറ്റാക്കിങ്ങും ഡിഫൻസും എല്ലാം കിട്ടുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് റാങ്ക് പുഷിനൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമേഷനാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. നമ്മളിനിയും വരും ദിവസങ്ങൾ അടിപൊളിയാക്കി കൊണ്ടുവരും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ.